ബുക്ക് ഓഫ് ഡാനിയേൽ. ദാനിയേലിന്റെ പുസ്തകം ബുക്ക് ഓഫ് ഡാനിയേൽ. പഴയ നിയമത്തിലുള്ള ഒരേ ഒരു പ്രവചന ഗ്രന്ഥം എന്ന് പറയാം ദാനിയേൽ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മൊത്തമായി പറയാവുന്ന വെളിപ്പാട് പുസ്തകം. അപ്പൊ നമ്മൾ ഈ ദാനിയേലിന്റെ പുസ്തകം ബുക്ക് ഓഫ് ഡാനിയേൽ, ദാനിയേൽ പ്രവചനം മൊത്തമായി വേറൊരു പേര് പറഞ്ഞാണ്. അത് പഠനം തുടങ്ങുമ്പോൾ വെളിപ്പാട് പുസ്തകവുമായി അതിന് ചില സാമ്യങ്ങളുണ്ട്. അതൊന്ന് ചിന്തിച്ചുകൊണ്ട് ഇതിന്റെ പഠനത്തിലേക്ക് പ്രവേശിക്കും. അപ്പോ നമ്മൾ ഹെഡിങ്ങായിട്ട് എഴുതുന്നത് വെളിപ്പാട് പുസ്തകവുമായിട്ടുള്ളതായ സാമ്യം. വെളിപ്പാട് പുസ്തകവുമായിട്ടുള്ളതായ സാമ്യം. നമ്മൾ പഴയ നിയമം എടുക്കുമ്പോൾ ദാനിയേൽ പ്രവചനം എന്ന് പറയുന്നത് 27-ാമത്തെ പുസ്തകം. അതിനാണ് പരിശുദ്ധമാവ് പ്രകീർത്തിക്കുന്നത്. 27-ാമത്തെ പുസ്തകം. പുതിയ നിയമത്തിൽ വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് 27-ാമത്തെ പുസ്തകം. 27 അപ്പോ ദാനിയേൽ പ്രവചനം 27-ാമത്തെ പുസ്തകം, വെളിപ്പാട് പുസ്തകവും 27-ാമത്തെ പുസ്തകം. ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളും അതിന്റെ നിവൃത്തിയും അതിന്റെ വിശദീകരണവും വെളിപ്പാട് പുസ്തകം. ദാനിയേൽ പ്രവചനത്തിലെ പ്രവചനങ്ങളുടെ നിവൃത്തിയായെന്ന് മാത്രം പറഞ്ഞാൽ പോലാലോ അതിന്റെ വിശദീകരണം അത് വെളിപ്പാട് പുസ്തകം. ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ അതിന്റെ നിവൃത്തിയും വിശദീകരണവും വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കിട്ടും. രണ്ടാമതായി ഈ രണ്ട് എഴുത്തുകാർ എന്ന് പറയുമ്പോൾ ദാനിയേൽ പ്രവചനം എഴുത്ത് ദാനിയേലാണ്, മറ്റേത് യോഹന്നാൻ അപ്പോസ്തലൻ. ഈ എഴുത്തുകാര് ഇവര് രണ്ടുപേരും കർത്താവിന് പ്രിയപ്പെട്ടവർ. അതിനാണ് എഴുതി പ്രിയപ്പെട്ടവർ. രണ്ട് എഴുത്തുകാരും കർത്താവിന് പ്രിയപ്പെട്ടവർ, ഏറ്റവും പ്രിയപ്പെട്ടവർ. അപ്പോ നമ്മള് അതിനൊന്നിന്റെ റെഫറൻസ് നമുക്ക് ദാനിയേൽ 9:21. ദാനിയേൽ 9:23. ഞാനിപ്പോൾ വന്നിരിക്കുന്നു, നീ ഏറ്റവും പ്രിയനാകയാൽ. നീ ഏറ്റവും പ്രിയനാകയാൽ. ദൈവം തമ്പുരാൻ ദാനിയേലിനോട് പറയുന്നത് നീ ഏറ്റവും പ്രിയൻ. കർത്താവ് നമ്മളെ നമ്മൾ ദൈവസഭയിൽ കയറി ചെല്ലുമ്പോൾ കർത്താവ് ഇങ്ങനെ സംബോധന നമ്മൾ ചെയ്യുമ്പോൾ നീ എനിക്ക് ഏറ്റവും പ്രിയനാണ്. ചിന്തിക്കേണ്ട വിഷയം. നമ്മൾ പ്രാർത്ഥിക്കും, ദൈവസഭയിൽ ചെന്ന് പ്രാർത്ഥിക്കും. തമ്പുരാന്റെ പ്രതികരണം നമ്മൾ ആരായാറുള്ളൂ? ഇല്ല. നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഒരു ലിസ്റ്റ് കൊടുത്തേക്കും, ഒരു വേണം ചെയ്തു. വാട്ട് ഈസ് ഹിസ് റിയാക്ഷൻ, റെസ്പോൺസ്, നമ്മുടെ വിഷയമാണ്. അത് ചിന്തിക്കണം. ചുമ്മാ ഒന്നും അവിടെ ചെന്ന് പ്രാർത്ഥിക്കാൻ അനുവാദമില്ല. നമുക്ക് പ്രാർത്ഥിച്ചാൽ ദൈവം തമ്പുരാനെ ഖരവ ചെയ്യുന്നു പറയും പ്രാർത്ഥന. രാവിലെ തുടങ്ങിയാൽ വൈകുന്നവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നങ്ങ് പറയാ 10,000 പേര് താ. ഇതൊക്കെ ടൈം പ്രാർത്ഥനയാണ്. ദാനിയേൽ കർത്താവ് തമ്പുരാൻ വിളിക്കുന്നു, നീ എനിക്ക് ഏറ്റവും പ്രിയനാണ്. അപ്പൊ ദൈവികമായ മർമ്മങ്ങൾ ദൈവം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുമ്പോൾ ആ ദൈവ പൈതലിന്റെ ജീവിതത്തിൽ അതുപോലെയുള്ളതായ ദൈവത്തോടുള്ളതായ അടുപ്പവും സ്നേഹവും വിശ്വാസവും വിശുദ്ധിയും ദൈവം ആഗ്രഹിക്കും. അവിടെ വെളിപ്പെടുത്തും, അല്ലാതെ വെളിപ്പെടുത്തും. എന്തുകൊണ്ടാണ് ലോകത്തിന്റെ ഈ വെളിപ്പാട് ഈ ദാനിയേൽ പ്രവചനം നമ്മൾ ചിന്തിച്ചാൽ ഈ ലോകത്തിന്റെ ജാതക കുറിപ്പാണിത്.
അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ജീവിത ഫലം. ഒരു കുഞ്ഞ് ജനിച്ചാൽ ഉടനെ ജാതകം എഴുതിക്കുക എന്ന് പറഞ്ഞാൽ ഇവൻ ജനിച്ചു, ഇവൻ മരിക്കുന്നത് വരെ ഇവന്റെ ജീവിതത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഏത് ഒരു വയസ്സിൽ നടക്കുന്നു, എപ്പോൾ മരിക്കുമെന്ന് എഴുതി വെപ്പിക്കും. അതാ ജാതകക്കുറിപ്പ്. ഈ ലോകത്തിന്റെ ജാതകക്കുറിപ്പ് പ്രവചനത്തിലൂടെ ദാനിയേൽ വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ദാനിയേലിന്റെ ഭാഗത്ത് അതിനനുകൂലമായി ദൈവം നമ്പുരാൻ കാണുന്നത് അവൻ എനിക്ക് ഏറ്റവും പ്രിയനാണ്. നമ്മള് പ്രൊവിഷൻ സ്റ്റോറിൽ ചെന്ന് വലിയൊരു നീണ്ട ലിസ്റ്റ് കൊടുത്തിട്ട് പറയുന്നത് എടുത്തു വെച്ചേക്കാം, സമയമില്ല, പിന്നെ ഒരു കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ ലിസ്റ്റ് അങ്ങോട്ട് കൊടുക്കുക കർത്താവിന് കഴിയും. വാട്ട് ഈസ് ഹിസ് റെസ്പോൺസ്? ദൈവസന്നിധിയിൽ നമ്മൾ ചെല്ലുമ്പോൾ കർത്താവെ എന്നെ കുറിച്ചുള്ള നിന്റെ ആഗ്രഹം ഉണ്ടാവും. എന്ത് നീ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നു? നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു വിഷയമാണ്. നീ എന്ത് ആഗ്രഹിക്കുന്നു ചെയ്യാൻ ഞാൻ തയ്യാറാണ്. നമുക്കത് പറയാൻ സാധിക്കുമോ? സാധാരണ നമ്മളത് പറയാറുണ്ടോ? പറയുമായിരിക്കാം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ജനസമനത്തോടത്തിലെ പ്രാർത്ഥനയുണ്ട്. എൻ്റെ ഹിതമല്ല, നമുക്ക് നമ്മുടെ ഹിതമേ ഉള്ളൂ. മറ്റേ ഹിതം നമ്മൾ ചോദിക്കുന്നു. ആവശ്യമില്ലാത്ത എന്തിനാ മനുഷ്യൻ? ദൈവത്തിന്റെ ഹിതമാണ്. അത് എന്നിട്ട് വായിക്കോളൂ. മനസ്സിലായോ? ദൈവത്തിന്റെ ഹിതം എന്താണ് നമ്മൾ ചോദിക്കുന്നത്? എന്റെ ഹിതം. യഥസമയിൽ നേരെ ഓർഡർ തിരിച്ചു. എന്റെ ഹിതമല്ല, നിന്റെ ഹിതം. എന്റെ ഭാര്യ അത്യാസന്ന നിലയിലാണെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കുന്നത്, ഇങ്ങനെ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കുഴപ്പമില്ല, രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കുഴപ്പമില്ല. പക്ഷെ വേറൊരു കാര്യം കൂടെ ചേർക്കണം. രോഗസൗഖ്യം നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ ഹിതമാണ്. നിന്റെ ഹിതം എന്താണ്? അതാണ് നടപ്പാകുന്നത്. അല്ലാതെ എന്റെ ഹിതം. എന്റെ ഭാര്യ മരിച്ചു പോകരുത്, എന്റെ കൂടെ ആയിരിക്കണം എന്നുള്ളത് എന്റെ ഭൗതികമായ ആഗ്രഹം, എന്റെ ചിന്തയാണ്. അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ തമ്പുരാൻ ആഗ്രഹിക്കുന്നത് വേണ്ട എങ്കിൽ അത് മതി. ഐ ആക്സെപ്റ്റ് യുവർ വിൽ ഗ്രേസ്ഫുള്ളി. എനിക്കതാണ് ആവശ്യം. എന്റെ ഹിതമല്ല, എനിക്ക് ഹിതമാണ്. അത് ഞാൻ പറഞ്ഞു, അത് ഞാൻ പറഞ്ഞത് ശരിയാണ്, പറഞ്ഞില്ല. എന്നാൽ അതല്ല അവിടുത്തെ പ്രധാന വിഷയം. നിന്റെ ഹിതം നിറവേറണം. അതെന്താണെങ്കിലും അതാണ് നീ എനിക്ക് ഏറ്റവും ചിന്തിക്കുന്ന ഒരു വിഷയം. ചുമ്മാ ദൈവം അനുഭവിക്കുമോ ഒരു മനുഷ്യനെ? നമ്മൾ പുതിയ നിലയിലുള്ള മക്കളുണ്ട്, പ്രിയമക്കളുണ്ട്. തമ്പുരാൻ ചുമ്മാ വിളിക്കുക അല്ലല്ല, ഒരിക്കലും അല്ല. ഓ കർത്താവ് പറയുന്നു, നീ എനിക്ക് ഏറ്റവും പ്രിയനാകിയാണ്. വീണ്ടും ഒന്ന് രണ്ട് റെഫറൻസ് നമ്മൾ നോക്കാം. ദാനിയേൽ 10:11 ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേലേ. എന്തൊരു പ്രിയമാണ്! ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേലേ. ഈ ദാനിയേലിനെ കുറിച്ചാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് പിന്നീട് 750 വർഷത്തോളം കഴിയുമ്പോൾ പറയുന്നത്, ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തിരിക്കുന്നത് പോലെ സംഭവിക്കുന്നു. ആരാണ് ദൈവത്തിന് ഏറ്റവും പ്രിയനായ പുരുഷൻ? ഏറ്റവും പ്രിയൻ. ചുമ്മാള്ള പാർട്ടിയൊന്നും അല്ല. ദൈവം നോക്കാൻ ദാനിയേൽ പ്രവചനത്തിൽ നിന്ന് എടുത്ത് ഉദ്ധരിക്കുമ്പോൾ നമ്മളതൊക്കെ ഇതൊക്കെ ചുമ്മാ മുദ്രയുടെ മൊത്തമാണ്. ഇത് പഠിക്കുന്നതൊന്നുമല്ല. ഇത് ആനയും പൊഴിയും പുള്ളിയും തലയും ഒക്കെ എഴുതി വെച്ചിരിക്കുന്നത് അല്ല. ഇത് ഏറ്റവും മർമ്മമാണ്. ഈ ലോകത്തിന്റെ ജാതകം ഒന്നങ്ങോട്ട് വരിക, മനുഷ്യൻ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു വസ്തുവാണ്. അവിടെ പറയുന്നു ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ. ഇനി 10:19 ദാനിയേൽ 10:19 മതി. ഏറ്റവും പ്രിയ പുരുഷ. ആവർത്തിക്കണം, ഏറ്റവും പ്രിയ പുരുഷ. അപ്പോൾ പ്രവചന പുസ്തകത്തിന്റെ എഴുത്തുകാരൻ ദൈവം സ്വർഗീയ മർമ്മങ്ങൾ
വെളിപ്പാട് കിട്ടിയുള്ളൂ. ഇത് പഠിക്കുന്നവൻ ഇതിലെ കുറെ ഓർത്തില്ല. ഇതൊരു അപകടമാണ്. ദാനിയേൽ പ്രവചനം കൃത്യമായി മനസ്സിലാക്കുന്ന ഓട്ടം നിർത്തും. ദൈവവചനം വിശ്വസിക്കുന്നു. നമ്മുടെ ആദ്യം എടുത്ത വാക്യം തന്നെയാണ്, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാണ്. അവിടെ നിൽക്കുന്നെങ്കിൽ ഇത് പഠിച്ചു വരുമ്പോൾ നമ്മുടെ ഈ ഔട്ട്ലുക്ക് മാറി. അപ്പോൾ അവിടെ ആവർത്തിച്ച് ദാനിയേലിനെ കുറിച്ച് പറയുകയാണ്, നീ എനിക്ക് ഏറ്റവും പ്രിയനാണ്. അപ്പോൾ നമ്മള് ദാനിയേലിന്റെ കാര്യം ചിന്തിച്ചിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ ഇതിന്റെ വിശദീകരണം കൊടുക്കുമ്പോൾ യോഹന്നാനെ പറ്റി ദൈവം തമ്പുരാന്റെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കും. ദാനിയേൽ ഒരേ മനുഷ്യനാണെന്ന് മനസ്സിലായി. യോഹന്നാനോ? വീണ്ടും നമ്മൾ ആ ഒരു വിഷയത്തിലേക്ക്, യോഹന്നാന്റെ വിഷയത്തിലേക്ക് വരും. യോഹന്നാൻ 13:23. യോഹന്നാൻ 13:23. യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിന്റെ മാർവിടത്ത് ചാരിക്കൊണ്ടിരുന്നു. അതെ, ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ. യേശു എല്ലാവരും സ്നേഹിച്ചില്ലേ? യേശു ഏറ്റവും സ്നേഹിച്ചവനാണ്. അവൻ കർത്താവിന്റെ മാറോട് ചായി. നമുക്കറിയാം, കർത്താവ് പലയിടത്തും പല അത്ഭുതങ്ങളും ക്രമീകരണങ്ങൾക്കും ഒക്കെ പോകുമ്പോൾ പത്രോസ്, യാക്കോബ്, യോഹന്നാനെ കൊണ്ടുവന്നു. ബാക്കി ആരും വീട്ടിൽ. അവരെ വേറെ ഒരു സംഘടന ഉണ്ടാക്കി. ബാക്കിയുള്ള 9 അപ്പോസ്തലന്മാർ ഞങ്ങൾ 2-ാം കെട്ടിലെയാണ്. ഉമ്മാരെ തന്നെ എപ്പോഴും വിളിച്ചുകൊണ്ടു. എല്ലായിടത്തും ഇവരെ വന്നു. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ബാക്കിയുള്ളവരെ അവരൊരു സംഘടന ഉണ്ടാക്കിയില്ല. മുറുകുത്തുമില്ല, പരിവോക്കിട്ടുമില്ല. വ്യത്യാസം. യേശു സ്നേഹിച്ചതായ ശിഷ്യൻ യോഹന്നാൻ യേശുവിന്റെ മാറോട് ചാരി. വീണ്ടും നമ്മൾ ആ ഭാഗത്തേക്ക് തന്നെ കടക്കുക. യോഹന്നാന്റെ സുവിശേഷം 21:20. യോഹന്നാൻ 21:20. പത്രോസ് തിരിഞ്ഞ് യേശു സ്നേഹിച്ച ശിഷ്യൻ പിരിച്ചെല്ലുന്നത് കണ്ടു. അത്താഴത്തിൽ അവർ തനിച്ചോട് ചാഞ്ഞുകൊണ്ട്, കർത്താവെ, നിന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ആരെന്ന് ചോദിച്ചത് ഇവൻ തന്നെ. മതി, പേര് ഇതുവരെ നമുക്ക് കിട്ടി. നമ്മളൊക്കെ ചാടിക്കറിയൊക്കെ പറഞ്ഞെന്നുള്ളത്. ഒരു ശിഷ്യൻ പേരവിടെ പറഞ്ഞു. യേശു ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യൻ, അല്ലെ യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നേ പറഞ്ഞു. ഇവിടെ അങ്ങനെ പറയുന്നു, യേശു സ്നേഹിച്ച ശിഷ്യൻ. അപ്പോ ആ ശിഷ്യൻ കർത്താവിന്റെ മാറോട് ചാടിക്കൊണ്ട് നിന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ആരെന്ന് ചോദിച്ച ഈ ശിഷ്യനാണ് ഏറ്റവും സ്നേഹിച്ച ശിഷ്യൻ. പേര് വേണ്ടേ? പേര് വരുന്നേ ഉള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 21:24 ആ പേര് കിട്ടും. മതി, യോഹന്നാന്റെ സുവിശേഷം എഴുതിയ യോഹന്നാൻ അപ്പോസ്തലൻ, അവിടെ പേരുള്ളത്. ഇത് എഴുതിയ അപ്പോസ്തലൻ തന്നെ. കൃത്യം രസമൊന്നുമില്ല. ഈ ശിഷ്യൻ ഇത് എഴുതിയവനാണ്, യോഹന്നാൻ അപ്പോസ്തലൻ. അപ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ ദാനിയേൽ എന്നതായ കിട്ടിയതായ ദർശനത്തിന്റെ വിശദമായ വിവരണം എങ്ങനെ സംഭവിക്കാൻ പോകും, ഓരോന്നും അതിൻ്റെ അടുത്തിന് ദൈവം തമ്പുരാൻ കാണിച്ചു കൊടുത്തു, പറഞ്ഞു കൊടുത്തു, കാണിച്ചു. ആ ശിഷ്യനും ദൈവത്തിന് ഏറ്റവും നല്ല. അപ്പൊ ദൈവീകമായ മർമ്മങ്ങൾ വെളിപ്പെടുത്തി കിട്ടാൻ ദൈവം ഒരു പ്രത്യേക ഉന്നത നിലവാരമുള്ളതായ വിശുദ്ധി ഒരു ദൈവ പൈതലിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവർക്കും വെളിപ്പെടുത്തി. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, വേദന ഉണ്ടാകുമ്പോൾ, കഷ്ടത ഉണ്ടാകുമ്പോൾ കർത്താവിനോട് ചേർന്ന് നിൽക്കണമെങ്കിൽ ഈ ഒരു വിശുദ്ധിയുടെ മാനദണ്ഡം പാലിക്കുന്ന ഒരു ദൈവ പൈതൽ മാത്രമേ
ചിന്തിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യോഹന്നാൻ സ്നാപകൻ കർത്താവായ യേശു ക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തവരാണ്. ഇടറിപ്പോയി ശിഷ്യന്മാരെ അയച്ച് യോജിപ്പിക്കുക, നീ തന്നെയാണോ വരാനുള്ളത്, അതോ ഞങ്ങൾ വേറൊരുത്തരെ കാത്തിരിക്കുന്നു? തകർന്നുപോയില്ല. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ഉണ്ടാവും. നമ്മൾ അങ്ങനത്തെ ഒരു സുവിശേഷത്തെ പറ്റി, പ്രസംഗത്തെ പറ്റി കേൾക്കുന്നില്ലല്ലോ. നമ്മൾ കേൾക്കുന്ന പ്രോസ്പെരിറ്റി തിയോളജിയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ ഉറങ്ങി തിരിച്ചാൽ മരിക്കുന്നത് പിന്നെ നിനക്ക് ജീവിതത്തിൽ കഷ്ടത ഉണ്ടാകത്തില്ല, ദുർഘുതുപോലെ നിന്നെ കുത്തത്തില്ല, എല്ലാം റെഡിയാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് പോരാ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ചെയ്യാം. അല്ലാന്നുള്ള ഒറ്റവാക്യം മതി. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിൽ ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇതിനേക്കാൾ വലിയ ആധികാരികതയോടുകൂടി സംസാരിക്കാൻ ഏത് ഉപദേശിക്ക് സാധിക്കും? ഇതെല്ലാം കളിപ്പിക്കും. അപ്പോൾ ഈ പുസ്തകം കാര്യങ്ങൾ എഴുതുമ്പോൾ ഒന്നാമതായി ഇത് 27ാമത്തെ പുസ്തകമാണ്. പഴയ നിയമത്തിൽ 27ാമത്തത്, പുതിയ നിയമത്തിൽ 27ാമത്തത്. രണ്ട് എഴുത്തുകാരും കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവർ. മനസ്സിലാക്കുക, ഇത്രയധികം സ്നേഹിക്കുന്ന ഈ ശിഷ്യന്മാർ അല്ലെങ്കിൽ കർത്താവിന്റെ മക്കൾ, ഇവർക്ക് ഈ വെളിപ്പാട് കൊടുക്കാൻ കർത്താവ് തെരഞ്ഞെടുത്തതായ ഈ സ്ഥലം ഒന്നാണ്. എവിടെങ്കിലും സ്വസ്ഥതയ്ക്ക് മാനമര്യാദയ്ക്ക് എവിടെയെങ്കിലും പോയിരിക്കുന്നിടത്തെന്ന് പറഞ്ഞു കൊടുത്താൽ പോലെ പ്രവാസകാലം. ഒരുത്തനെ ബാബിലോണിലെ അടിമയായിരിക്കുമ്പോഴായി, അല്ലാതെ എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടി സൗഹാർദ്ദത്തോടും കൂടി നടക്കുന്നതല്ലേ. പ്രവാസത്തിലോ അടിമയാണ്. യോഹന്നാനും നാടുകടത്തും രണ്ടുപേരും അവരുടെ സ്വദേശം വിട്ടുപോയി, അന്യദേശത്താണ്, ശിക്ഷയാണ്. അവിടെയാണ് ഈ ദർശനം ലഭിക്കുന്നത്, പ്രവാസകാലത്തിലാണ്. അപ്പോൾ ഈ രണ്ട് പുസ്തകങ്ങളും പ്രവാസകാലത്ത് എഴുതിയതാണ്. രണ്ട് പുസ്തകങ്ങളും പ്രവാസകാലത്ത് എഴുതിയതാണ്. ദാനിയേൽ ബാബിലോണിയ പ്രവാസത്തിൽ, യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിലുമായിരുന്നു. അതിന്റെ റെഫറൻസ് വെളിപ്പാട് 1:9. പത്മോസ് ദ്വീപിലായിരുന്നു അവിടെ എഴുതിയിട്ടുള്ളൂ പ്രത്യേകം. മറ്റേത് നമുക്കറിയാം, വെളിപ്പാട് 1:9 അങ്ങനെയൊന്ന് കാണിച്ചു. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ളതിന് 1:9. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. പത്മോസ് ദ്വീപിലാണ് യോഹന്നാൻ എഴുതിയത്. പത്മോസ് പേര് നമുക്ക് കൊടുക്കണം. യോഹന്നാൻ തന്നെ എതിർത്ത് പറയുന്നത് പത്മോസ് ദ്വീപിൽ ചെല്ലുന്നു. പിന്നെ അടുത്ത കാര്യം നമ്മൾ നോക്കുമ്പോൾ, ഈ ദർശനം ലഭിക്കുമ്പോൾ രണ്ടു പേർക്കും ശാരീരിക ബലഹീനത ഉണ്ടാകും. ശാരീരിക ബലഹീനത രണ്ടു പേർക്കുണ്ടാകും. അതിന് 1-2 റെഫറൻസ് നമുക്ക് എഴുതാം. ദാനിയേൽ 10:8-10 വാക്യം. ദാനിയേൽ 10:8-10 വാക്യം. അങ്ങനെ ഞാൻ തനിക്ക് ശേഷിച്ചിരുന്നു. ഈ മഹാദർശനം കണ്ടു. ഇതിനൊട്ടും വേദം ശേഷിച്ചിരുന്നില്ല. എൻ്റെ പ്രതിശോഭ തിരിച്ചു പോയിട്ട് എനിക്കൊട്ടും ബലമില്ലാതെ വാക്കുകളുടെ ശബ്ദം കേട്ടു. അവൻ്റെ വാക്കുകളുടെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ബോധം കെട്ട് നിലത്ത് കവിഞ്ഞു പോയി. എന്നാലെ ഒരു കയ്യിൽ എന്നെ തൊട്ടു. എന്നെ മുഴങ്ങാൻ
നഷ്ടപ്പെട്ടു, ബോധം നഷ്ടപ്പെട്ടു. അപ്പോൾ ദൈവീയമായ ഇടപാട് സാന്നിധ്യത്തിൽ അത് താങ്ങാനുള്ള കഴിവൊന്നും നമ്മുടെ ശരീരത്തിലില്ല. പിന്നെ ദൈവം താങ്ങണം, തൊടണം, ഒന്ന് ബലപ്പെടുത്തണം, എന്നാലേ എഴുന്നേൽക്കാൻ പറ്റും. അപ്പോ ഈ ദർശനം ലഭിക്കുമ്പോൾ അതൊരു വലിയ ശാരീരികമായ ഒരു എക്സസൈസാണ്. ഈ ശരീരത്തിന് ദൈവികമായ സാന്നിധ്യം താങ്ങാനുള്ള കഴിവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരു ലേഖനം 15-ാം അധ്യായത്തിൽ വായിക്കുന്നത്, മാംസരക്തങ്ങൾ ദൈവരാജ്യം അവകാശം നൽകി. ഇത് ദൈവിക സാന്നിധ്യത്തിൽ ഉപയോഗിക്കാവുന്ന സ്യൂട്ടല്ല, അതിന് വേറെ സ്യൂട്ട് തരും. അതുകൊണ്ടാണ് ഗ്ലോറിഫൈഡ് ബോഡി തരുന്നത്. ഈ ശരീരത്തെ പറ്റിയില്ല. അപ്പോൾ ബലം നഷ്ടപ്പെട്ടു, ബോധരഹിതനായി ദാനിയേൽ വീഴുക. യോഹന്നാനും അതേ അനുഭവം ഉണ്ടാകുന്നുണ്ട്. വെളിപ്പാട് 1:17. ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാലത്ത് വീണു. അവൻ വലങ്കൈ എന്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഞാൻ മരിച്ചവനെ പോലെ, ഞാൻ മരിച്ചവനെ പോലെ എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ സർവശക്തിയും ദൈവീയമായ ദർശനം അത് പ്രാപിക്കാൻ വേണ്ടി ദൈവം രൂപാന്തരപ്പെടുത്തി അല്ലെ വന്ന സാന്നിധ്യം അനുഭവിച്ചപ്പോൾ തന്നെ സർവശക്തിയും ശരീരത്തിന്റെ. പിന്നെ ദൈവീകമായ കൃപയിലാണ് നിന്നിതൊക്കെ എഴുതുന്നത്, കാണുന്നത്. അപ്പൊ രണ്ടുപേർക്കും ബലഹീനതയുണ്ട്. ഈ രണ്ട് പുസ്തകവും ഒരേ ഗ്രേഡാണ്. രണ്ടുപേർക്കും ബലഹീനതയുണ്ടായി. പിന്നെ അതിനോടുകൂടി നമുക്ക് ചിന്തിക്കാവുന്ന വേറൊരു വിഷയം, രണ്ടുപേരും, രണ്ട് എഴുത്തുകാരും വളരെ പ്രായം ചെന്നുണ്ട്, പ്രായാധിക്യമാണ് രണ്ടുപേരും. അതായത് ദർശനം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ദാനിയേലും വളരെ 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 ദാനിയേലിന് ദർശനം ഒരു ദിവസം കൊണ്ട് കിട്ടിയതൊന്നുമല്ല, വർഷങ്ങളുടെ ഗ്യാപ്പ്. അപ്പോൾ അവസാനത്തെ വരുമ്പോഴത്തേക്ക് ദാനിയേലും വളരെ വൃത്തിയായി, രണ്ടുപേരും വളരെ പ്രായം ചെന്നവരായി. അപ്പോൾ നമ്മളതിനെ ആദ്യത്തെ ഒരു ഭാഗത്തെ കരുതേ ഉള്ളൂ. ഇനിയും ഇൻട്രൊഡക്ഷൻ കുറച്ചുകൂടെ ഉണ്ട്. മണി 8 ആവുന്നു. അത് നമുക്ക് തൽക്കാലം നിർത്താം. ആളുകളും ഇച്ചിരി കുറവാണ്. അതിന് നമുക്ക് സമയമില്ല. 8 മണി എന്ന് പറയുമ്പോൾ 2 മിനിറ്റ്. അപ്പോൾ അടുത്ത ഞായറാഴ്ച 25-ാം തീയതി വൈകിട്ട് 6 വരാമല്ലേ? എൻ്റെ സൗകര്യമല്ല പ്രശ്നം. ഞാൻ എല്ലാ ദിവസവും 6 മണിക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് സൗകര്യമാണെങ്കിൽ നിങ്ങൾ വരുന്നതിന് ഞാൻ വരുന്നു. അപ്പോൾ അതുകൊണ്ട് ചോദിക്കുകയാണ്, നമുക്ക് മുടക്കണ്ടെന്നിങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞ ആഴ്ചയില്ലായിരുന്നു.